തനിക്ക് ധൈര്യം തന്നത് കൃഷിയാണെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുകയാണ് ഷൊർണൂർ കണയത്തെ ഈ യുവ കർഷക. രാവും പകലും കൃഷിക്കായി മാറ്റിവെച്ച മഞ്ജു ഹർദാസ് എന്ന 33 വയസ്സുകാരിയാണ് ഈ കർഷക ദിനത്തിൽ ശ്രദ്ധ നേടുന്നത്. ഒന്നോ രണ്ടോ കൃഷികളല്ല, സമ്മിശ്ര കൃഷിയിലാണ് മഞ്ജു വിജയഗാഥ രചിക്കുന്നത്. കണ്ടുവരാം. ഷൊർണൂർ കണയം ഗ്രാമത്തിന്റെ അഭിമാനമാണ് ഈ യുവ കർഷക. ചെറുപ്രായത്തിൽ തന്നെ ജീവിത വഴികൾ മഞ്ജുവിനെ കൃഷിയിലേക്ക് അടുപ്പിച്ചു. ഇപ്പോൾ മഞ്ജുവിന് ഇടപിരിയാനാവാത്ത അത്രയും അടുപ്പമാണ് കൃഷിയോട്. ഒരു പശുവിൽ നിന്നും തുടങ്ങിയതാണ് ഇക്കാണുന്നതെല്ലാം. ഇപ്പോൾ വീടിനോട് ചേർന്നുള്ള 80 സെന്റ് സ്ഥലത്തും പാട്ടത്തിനടുത്ത 2 ഏക്കർ സ്ഥലത്തുമാണ് സമ്മിശ്ര കൃഷി ചെയ്തു പോരുന്നത്. 10 പശുക്കൾ അടങ്ങിയ ഫാമും വിവിധ ഇനങ്ങളിലായി 100ഓളം കോഴികളും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന തീറ്റപ്പുൽ കൃഷിയും പശുഫാമിനോട് ചേർന്ന് പച്ചക്കറികളും വീട്ടുമുറ്റങ്ങളിൽ 100ഓളം പഴവർഗ്ഗങ്ങളും പൂക്കൃഷിയും കൂൺകൃഷിയുമെല്ലാം മഞ്ജുവിന്റെ കഠിനാധ്വാനത്തിന്റെ അടയാളങ്ങളാണ്. പടർന്നു പന്തലിച്ച പച്ചപ്പാണ് മഞ്ജുവിന്റെ വീടെന്ന് പറയാം. അച്ഛന്റെ മരണശേഷം കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിനായി 9ാം ക്ലാസ്സിൽ തുടങ്ങിയ പശുപരിപാലനത്തിൽ നിന്നാണ് മഞ്ജു കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. ആ നാൾവഴികളെ കുറിച്ച് ഓർക്കുമ്പോൾ മഞ്ജുവിന്റെ മനസ്സൊന്നു പിടയും, കണ്ണൊന്നു നനയും. എന്നാലും അഭിമാനത്തോടെ മഞ്ജു പറയുന്നത് ഇങ്ങനെ: എൻ്റെ പേര് മഞ്ജു, ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1ാം വാർഡിലാണ്. ഞാൻ ഈ മേഖലയിൽ, കാർഷിക മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 10 വർഷത്തോളമായി. പിന്നെ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. വരാനുള്ള സാഹചര്യം കുടുംബത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മക്കളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള കാര്യങ്ങൾ, ഒരു വീട് എന്നൊക്കെയുള്ള ഒരു സ്വപ്നം എല്ലാവരുടെയും സ്വപ്നമല്ലേ. അങ്ങനെ കൃഷിയിലേക്ക് വന്നതാണ്. ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ പശുക്കളും കുട്ടികളുമായിട്ട് നമുക്കൊരു 10ഓളം പശുക്കൾ, പിന്നെ കോഴികൾ ഒരു 100 കോഴികൾ, മുട്ടക്കോഴികളും നാടൻ കോഴികളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പശുക്കൾക്ക് കൊടുക്കാനായിട്ട് 2 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് ഇപ്പോൾ പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥലമല്ല, പാട്ടത്തിനായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഒരു 300ഓളം പെട്ടി തേനീച്ച നമ്മളിപ്പോൾ അവിടെ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റോളം സ്ഥലത്ത് വലിയ രീതിയിൽ തന്നെ, ഹൈടെക് രീതിയിൽ തന്നെ കൂൺ കൃഷി, വളരെ ചെറിയ യൂണിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ടേ ഉള്ളൂ കൂൺ കൃഷി മേഖലയിലേക്ക് വന്നിട്ട്. പക്ഷെ അത് നല്ല വൈഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കൂടാതെ വേനൽക്കാല പച്ചക്കറി ആയിട്ടുള്ള തണ്ണിമത്തൻ, വെള്ളരി, അങ്ങനെ എല്ലാ പച്ചക്കറി വർഗ്ഗങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. വീട്ടാവശ്യത്തിനും പുറമെ കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വരുമാനം എന്നുള്ള സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ ഈ മേഖലയിലേക്ക് വന്നതിന് അതിയായ സന്തോഷമുണ്ട്. അതിലധികം അഭിമാനം തോന്നുന്നുണ്ട്. ഇനിയും പുതിയ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരട്ടെ എന്ന് മാത്രം പറയുന്നു. 10 വർഷമായി മഞ്ജുവിന്റെ ജീവിത വെളിച്ചം കൃഷി തന്നെയാണ്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ നേരെ പോകുന്നത് ഫാമിലേക്ക്. ഫാമെല്ലാം വൃത്തിയാക്കി കറവ കൂടിക്കഴിഞ്ഞ് സൊസൈറ്റിയിൽ പാലെത്തിച്ചാൽ നേരെ ഇറങ്ങുന്നത് തോട്ടത്തിലേക്കാണ്. ഇതിനിടയിൽ കോഴികളെയും പരിപാലിക്കണം, പശുക്കളെ മേയാൻ വിടണം. അങ്ങനെ പല കുറിപ്പണികൾക്കിടയിൽ വീട്ടുകാര്യങ്ങളും നോക്കണം. വൈകിട്ട് പശുക്കൾക്കുള്ള തീറ്റ കൊടുത്ത് മറ്റു പണികളെല്ലാം കഴിഞ്ഞ ശേഷമേ കൂൺ ഹൗസിലേക്ക് പ്രവേശിക്കൂ. രാത്രി 11 മണിവരെയും അവിടെയും ഉണ്ടാകും പരിപാലനം. വിശ്രമമില്ലാത്ത കാർഷിക ജീവിതം, അധ്വാനിക്കാൻ മടിയില്ലാത്ത മനസ്സ്, ഇത് രണ്ടുമാണ് ഈ യുവ കർഷകയുടെ വിജയത്തിന്റെ വഴികാട്ടി. മഞ്ജുവിന്റെ കൂണിനും ആവശ്യക്കാർ ഏറെയാണ്. ആവശ്യാനുസരണം വീടുകളിലും കടകളിലും എത്തിച്ചു നൽകും. ഭർത്താവിന്റെയും മക്കളുടെയും പിന്തുണയാണ് കൃഷിക്കുള്ള ഊർജമെന്നും മഞ്ജു പറയുന്നു. കടന്നു വരാൻ ആദ്യം ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പെട്ടെന്നുള്ള ഒരു മരണം, അത് കുടുംബത്തിനെ വല്ലാതെ തളർത്തി. അമ്മ 2 വർഷത്തോളം പുറത്തിറങ്ങാത്തൊരവസ്ഥയിലായിരുന്നു. തീരെ മാനസികാവസ്ഥ തന്നെ തെറ്റിയൊരവസ്ഥയിൽ. താഴെ 2 അനിയത്തികളാണ്. അപ്പോൾ വേറെ ആരും സഹായത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനിയത്തിയോളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയതാണ്. അന്ന് മുതലേ 8ാം ക്ലാസ് മുതലേ നമ്മൾ പശുവിനെ കറന്നിട്ടും വാഴക്കൃഷി, അന്ന് നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിനുള്ള കൃഷികൾ ഉണ്ടായിരുന്നു. ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചതും വളർന്നതും. നമ്മുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടതൊക്കെ കൃഷിയിലൂടെ വന്നത് തന്നെയാണ്. അതേ മേഖല ഇവിടെ വന്നപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഈ കൃഷി മേഖല ഞാൻ തിരഞ്ഞെടുത്തത്. ഇവിടെ വന്നപ്പോഴും അതേ സിറ്റുവേഷൻസിലൂടെ നമുക്ക് കടന്നു വരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു രീതി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൂടെ നമുക്ക് പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയതാണ്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ.
ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.